ഈ പാക്ക് മീനിയൊക്കെ ഉള്ളതല്ലേ അല്ലേ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 ഡേ ട്രിപ്പാണ്. അതും നമ്മുടെ നാട്ടിൽ എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സായ തൊഴിലുറപ്പ് കൂട്ടുകാരുമൊത്താണ് നമ്മളിന്ന് ടൂർ പോകുന്നത്. അവരുടെ ടൂറിൽ ഞങ്ങളും പങ്കാളികളാകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ എറണാകുളത്ത് ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോയി, എവിടെയൊക്കെ പോയി, അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ബെല്ലടിക്കാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം പോയിരിക്കുന്നത് ഹിൽ പാലസിലേക്കാണ്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ അത്രയും തന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയിൽ 156 വർഷത്തെ ചരിത്രങ്ങളെ നെഞ്ചിലേറ്റി തലയുയർത്തി നിൽക്കുകയാണ് ഹിൽ പാലസ്. 1865 പണി കഴിപ്പിച്ച ഹിൽ പാലസ് 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന അതിവിശാലമായ കൊട്ടാര സമുച്ചയമാണ് ഹിൽ പാലസ്. ഈ കൊട്ടാര സമുച്ചയത്തിൽ ഹിൽ പാലസ്, പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. നിരവധി ഔഷധ സസ്യങ്ങളും അടങ്ങുന്നുണ്ട്. ഇതൊക്കെ പരിപാലിക്കാൻ നിരവധി ജോലിക്കാരെ ഹിൽ പാലസിൽ ഉണ്ട്. കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാൻ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 ഹിൽ പാലസ് പണി കഴിപ്പിച്ചത്. പിന്നീട് 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായിരുന്നു ഹിൽ പാലസ്. 1986 മ്യൂസിയമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ചരിത്ര പ്രേമികൾക്ക് കൊച്ചി രാജാക്കന്മാരുടെ ഭരണകേന്ദ്രവും കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും ഒക്കെയാണെങ്കിലും സിനിമാ പ്രേമികൾക്ക് നാഗവല്ലി ആടിത്തിമിർത്ത ഇടമാണ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഓർമ്മയിൽ ഇടം നേടിയ ആ തെക്കിനിയും തറവാട് വീടും തന്നെ.
ഇനി നമുക്ക് മെട്രോയിൽ കയറി എറണാകുളം ഒന്ന് കറങ്ങാം. നേരെ നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും അതൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണല്ലോ നമുക്ക് മുഖ്യം. അപ്പം എല്ലാം ഒന്ന് കണ്ട് കണ്ണും തള്ളി വരാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വലിഞ്ഞു കയറിയിട്ടുണ്ട് മെട്രോയിൽ. അപ്പോൾ കുറേ നേരം ഇവിടെ തന്നെ ചെലവഴിച്ചു. അടുത്ത ഊഴം എന്ന് പറയുന്നത് വാട്ടർ മെട്രോ ആണ്. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വന്ന് ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും 40 രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത് ഫോർട്ട് കൊച്ചിക്ക് യാത്ര തിരിച്ചു. കുട്ടികൾക്കും ഉണ്ട് കേട്ടോ. 2 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് മാത്രം ഇല്ല, മുകളിലോട്ടുള്ളവർക്ക് മൊത്തം 40 രൂപയാണ്. ഇവിടെയുള്ള ബോട്ടുകൾക്കെല്ലാം ഓരോ തുറമുഖത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. നീണ്ടകര, ഏഴിമല, അങ്ങനെ. ഇവിടുള്ള ബോട്ടുകളൊക്കെ ഇലക്ട്രിക് ബോട്ടുകളാണ്. ബോട്ട് ഓടിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്നത് ബോട്ട് മാസ്റ്റർ എന്നാണ്. ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും ഒരു 20 മിനിറ്റ് വേണ്ടിവരും നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താൻ. അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം കാഴ്ചകളും ഒക്കെയുണ്ട്. ഒരു സൈഡിൽ വല്ലാർപാടം ടെർമിനൽ ആണെങ്കിൽ മറു സൈഡിൽ കൊച്ചിൻ പോർട്ടിന്റെ കാഴ്ചകളാണ്. ഞങ്ങൾ അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിൽ ഇഷ്ടം കൂട്ട സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തും പോയി വരാനുള്ള സമയം നമുക്ക് ഇല്ലാത്തത് കാരണം ഞങ്ങൾ ആ വോക്ക് വേയിലൂടെ കുറച്ച് നേരം നടന്നു. അവിടെയൊക്കെ തന്നെ വാസ്കോ ഡി ഗാമ സ്ക്വയർ, നെഹ്റു പാർക്ക്, മ്യൂസിയം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങും പോകാനായിട്ട് സാധിച്ചില്ല. ഇവിടുന്ന് നിന്ന് തന്നെ നമുക്ക് ചീനവലി ഇടുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതുവഴി കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്നും ജങ്കാറിൽ കയറി വൈപ്പിനിലെത്തി. അവിടെ ഞങ്ങളെയും കാത്ത് ഞങ്ങളുടെ ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അവിടുന്ന് നേരെ പോയത് ബീച്ചിലേക്കാണ്. അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. പിള്ളേരെ ഇറക്കണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചെത്തി. അവിടുന്ന് നേരെ ഞങ്ങളുടെ അവസാന ഊഴമായി എത്തിപ്പെട്ടത് വല്ലാർപാടം പള്ളിയിലാണ്. 1524 പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമോദയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ ദേവാലയമാണ് ഈ വല്ലാർപാടം പള്ളി. ഈ പള്ളിയിൽ ചൂല് നേർച്ച വളരെ പ്രധാനമാണ്. പള്ളിയുടെ മുറ്റം ചൂലുകൊണ്ട് വൃത്തിയാക്കിയാൽ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് വിശ്വാസം. നിരവധി ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഇതോടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.